ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വെച്ചാൽ സെർബൽ പൾസിനെ കുറിച്ചാണ്. ഇന്നലെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മൈക്രോസെഫാലിനെ കുറിച്ച്. ഇപ്പോൾ എൻ്റെ കുട്ടിയായിട്ടുള്ള കണ്ടീഷനെ കുറിച്ചിട്ട് ഇന്നലെ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ് കാണാത്ത ആൾക്കാരുടെ സ്ക്രോൾ ചെയ്ത് പോവുക, ബാക്കിയുള്ള വീഡിയോസ് കാണണം. അപ്പം ഈ മൈക്രോസെഫൽ എന്താണെന്ന്, അതെങ്ങനെ വന്നു, അതിൻ്റെ കാരണങ്ങൾ എങ്ങനെ, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സെർബൽ പൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വെച്ചാൽ എൻ്റെ കുട്ടിക്ക് സെർബൽ പൾസി ആണ് ആളും. സെർബൽ പൾസി എന്ന് പറഞ്ഞാൽ എന്തത് മൂവ്മെൻറ്റ് ഡിസോർഡർ, ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാരണമാണ് കുട്ടികൾ സെർബൽ പൾസി ആകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മൈക്രോസെഫാലി എന്ന് പറഞ്ഞാൽ ബ്രെയിനിനുണ്ടാകുന്ന, അതായത് ഈ ബ്രെയിൻ ചുരുങ്ങിയ അവസ്ഥ, ചുറ്റളവ് എന്താവും അന്ന് കുറയും, തലയോട്ടിൻ്റെ അളവിൽ കുറയും. മൈക്രോ പറഞ്ഞ് ഹൈഡ്രോസെഫാലി, പിന്നെ നമുക്കറിയാത്ത ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ കൂടുതലായിട്ട് ഈ ടോപ്പിക്ക് സംസാരിക്കാമെന്ന് വെച്ചാൽ എനിക്ക് അതുപോലെയുള്ള ഒരു മോൾ ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഈ സെർബൽ പൾസി നമ്മൾ പറഞ്ഞാൽ ഈ അണ്ടർ ഡെവലപ്മെൻറ്റ് ആയ, അല്ലെങ്കിൽ ഈ ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് ഈ സെർബൽ പൾസി ആയിട്ട് മാറുന്നത്. മൂവ്മെൻറ്റ് ഡിസോർഡർ മെയിനായിട്ട്. അത് ഈ മസിൽസ് വീക്കായിരിക്കും. അതുപോലെ പോസ്റ്റേഴ്സ് ഉണ്ടാവില്ല. പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ വാക്കിങ്, സിറ്റിങ്, അതേപോലെ തന്നെ സ്റ്റാൻഡ്, ഇതൊന്നും ഉണ്ടാവില്ല അവർക്ക്. ഉണ്ടാവില്ല എന്ന് വെച്ചാൽ CP ആയ എല്ലാ കുട്ടികളും ഇതൊന്നും ചെയ്യൂല എന്നല്ല, അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. പ്രധാനമായിട്ടും ഇതാണ് സെർബൽ പൾസി. ഇതിനെയാണ് ഈ ബ്രെയിനിൻ്റെ ഓരോരോ ഡെവലപ്മെൻറ്റിൻ്റെ ഡിലേ കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന മസിൽ മൂവ്മെൻറ്റ്സിനും മറ്റിലിനെ അഫക്റ്റ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യും. അപ്പം എൻ്റെ കുട്ടിയിൽ എന്തൊക്കെ അഫക്റ്റ് ചെയ്തെന്നും കൂടി ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞു, അപ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിച്ചത്. മോള് ഞാൻ പറഞ്ഞു സിറ്റിംഗ് ഇല്ല, അതായത് സ്റ്റാൻഡിങ് ഇല്ല, വാക്കിംഗ് ഇല്ല. അപ്പം നമ്മൾ ബേസിക്കായിട്ട് ആദ്യം വേണ്ടത് നെക്ക് കൺട്രോളാണ്. അപ്പോൾ ഈ നെക്ക് കൺട്രോളിൽ തുടങ്ങിയിട്ടാണ് ബാക്കി എല്ലാ പ്രോസസ്സും. നമ്മൾ ആ ഒരു തല, ഇപ്പം ഞാൻ എന്താ പറയണ്ടത്, നിങ്ങൾ വിചാരിക്കണ്ട ഞാനിപ്പോൾ ഇത്രയും പിന്നെ ചിരിച്ചുകൊണ്ട് എന്താ സംസാരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഇമോഷണലായി സംസാരിക്കുന്നത്. എനിക്ക് ഇപ്പം എല്ലാവർക്കും എന്താണ്, ഏത് രീതിയിലായിരിക്കും മൈൻഡ് ഉണ്ടാക്കുക, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് എന്ത് പറഞ്ഞാലും, എത്ര മാനേജ്മെൻറ്റ് ചെയ്താലും പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നെ നമ്മൾ നല്ല പോസിറ്റീവായ രീതിയിൽ സംസാരിക്കുക, അതുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മൾ ഈ കുട്ടി ജനിച്ച സമയത്ത് സാധാരണ രീതിയിൽ എത്ര മാസത്തിലാണ് കഴുത്തുറക്കാന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പം മോളെ കഴുത്തുറക്കണം എന്ന് വെച്ച് ഞാൻ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 9 മന്തെല്ലാം ആകുമ്പോഴത്തേക്ക് കുട്ടിയുടെ തല ഇങ്ങനെ ചില ഒരു ജെർക്കിങ് ആയിട്ട് ഇങ്ങനെ ഒരു കൃത്യമായ രീതിയിൽ നിൽക്കില്ല, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതായത് ഒരു ആ ടൈമിൽ 70% ഏകദേശം ഒന്ന് ഉറച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എന്തായി, അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഡിസ്കസ് ചെയ്യും. ഈ കുട്ടികൾ CP ആയിട്ട് ജനിച്ച് കുട്ടികൾ അപ്പോൾ ഏർലി ടൈമിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പുറകോട്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അബ്നോർമൽ മസിൽ ടോൺസ് ആയിരിക്കും. പിന്നെ ഭയങ്കര ഇറിറ്റേറ്റബിളായി. ഇപ്പം എൻ്റെ കുട്ടിയിലുണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം കുട്ടി ജനിച്ച സമയത്ത് ഫുഡ്, അപ്പോൾ ഈ ഫുഡ് 5-ാം മാസം തന്നെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കുട്ടി കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ 5-ാം മാസം 6 മാസം എല്ലാം ആകുമ്പോഴത്തേക്ക് ഞാൻ ഫീഡിങ് പ്ലസ് നമ്മളെ പ്യൂരീസും കാര്യങ്ങളെല്ലാം കൊടുത്തു. സാധാരണ രീതികൾ കഴിക്കുന്നൊക്കെ അത്ര അബ്നോർമാലിറ്റീസ് ഒന്നും ഈ ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ തോന്നിയില്ല. പക്ഷെ കുട്ടീൻ്റെ കുറേ കാര്യങ്ങളെല്ലാം ബാക്കോട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇറിറ്റബിലിറ്റി, പിന്നെ അതായത് കുട്ടി ഒരു രീതിയിൽ ബുദ്ധിമുട്ട് എൻ്റെ മോള് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ, ഒരുപാട് തരത്തിലുള്ള സെർബൽ പൾസി ഉണ്ട്, എല്ലാം ഒരേപോലെ അല്ല.
അപ്പോൾ എൻ്റെ കുട്ടിയുടെ ടൈപ്പ് വേറെയാണ്. അപ്പോൾ ഓരോരോ ടൈപ്പിനനുസരിച്ചിട്ട് ഇതിൻ്റെ സിംറ്റംസും കാര്യങ്ങളും മാറും. അപ്പോൾ ഈ കുട്ടികൾ ഗ്രോത്ത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈൽ സ്റ്റോൺസ് ഇപ്പം 40 ദിവസത്തിൽ ചെയ്യേണ്ട കാര്യം 3 മാസത്തിൽ ചെയ്യേണ്ട കാര്യം 6 മാസം 9 മാസം ഇതൊക്കെ എന്താണ് ബാക്കൗട്ടായിരുന്നു. ചില കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര പെയിനായിരിക്കും. അതേപോലെ തന്നെ പിന്നെ എപ്പിലെപ്സി ഉണ്ടാവും, പിന്നെ കണ്ണിന് പ്രശ്നമുണ്ടാവും, ചെവിക്ക് പ്രശ്നമുണ്ടാവും, പിന്നെ ഉറങ്ങാൻ ഭയങ്കര പ്രശ്നമായിരിക്കും, ഒരേ കരച്ചിലായിരിക്കും. പിന്നെ നമ്മളെ ഹിപ്പ് ഡിസ്ക് ഇല്ലേ, ഹിപ്പ് ഡിസ്ക് ബാക്ക് വശമില്ലേ, അപ്പം അതിൻ്റെ പ്ലേസ്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ബ്ലാഡറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പിന്നെ ബിഹേവിയറൽ പ്രോബ്ലംസ്, അങ്ങനെ പല ടൈപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ ഓരോരോ CP കുട്ടികൾ പല ടൈപ്പാണ്. അപ്പം എൻ്റെ കുട്ടിക്ക് ഇതിൽ മെയിനായിട്ട് ഉണ്ടായെന്ന് വെച്ചാൽ ആദ്യമൊന്നും ഉണ്ടായിട്ട് ഒരു 1.5-2 വയസ്സാകുമ്പോൾ ഒരേ കരച്ചിലാണ്. അങ്ങനെ ആ ഒരു എൻ്റെ ഇതിൽ ഏതാണ് എൻ്റെ കുട്ടിക്ക് ഉണ്ടായിരുന്നു ഞാൻ പറയണ്ടേ. അപ്പോൾ കരച്ചിൽ കാരണം പിന്നെ ന്യൂറോളജിസ്റ്റ് കൺസൾട്ടേഷനിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുട്ടി ബാക്കിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം കേൾവി ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു ലോസ് ആണ്. കണ്ണിൻ്റെ കാര്യം പറഞ്ഞു, ഐ കോണ്ടാക്ട്. എപ്പിലെപ്സി പ്രധാന വില്ലൻ എപ്പിലെപ്സിയാണ്. ഈ CPക്കാരെ അല്ലെങ്കിൽ മൈക്രോസെഫലി, അതായത് നമ്മൾ ബ്രെയിനിലുണ്ടാകുന്ന എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും മിക്കവാറും കുട്ടികൾക്ക് എപ്പിലെപ്സി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ കണ്ട കേസിൽ ഈ മൈക്രോസെഫാലിസിനെല്ലാം എന്തായാലും വരും. അപ്പോൾ അത് ഭയങ്കര വില്ലനാണ്. അപ്പം പിന്നെ എൻ്റെ മോക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു 70-80% നെക്ക് കൺട്രോളുണ്ടായി, പിന്നീട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ എപ്പിലെപ്സിയാണ് വില്ലൻ. അപ്പോൾ അത് എങ്ങനെയാണ് പിന്നീട് എൻ്റെ കുട്ടി ഉണ്ടായത്, ഫസ്റ്റ് ഏത് രീതിയിലേക്ക് കുട്ടിക്ക് മൈൽ സ്റ്റോൺസ് പ്രോഗ്രസ്സായി, പിന്നീട് ഏത് രീതിയിലേക്ക് കുട്ടി പോയി എന്നെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളെ ഇപ്പം നമ്മൾ ഈ CP മൈക്രോസെഫാലി അപ്പോൾ ബ്രെയിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ മിക്കവാറും CP ആയിരിക്കും. കാരണം അവരുടെ മസിൽസും കാര്യങ്ങളും ഭയങ്കര പ്രശ്നമായിരിക്കും. അവർക്ക് അവരെന്നെ അവരുടെ ബോഡിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മളെ മൈൻഡ് കൊണ്ടാണ് നമ്മൾ ഓരോരോ അവയവങ്ങൾ പിന്നെ പ്രവർത്തിപ്പിക്കുന്നത്. അതായത് അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഓർഗൻസിലെ എക്സ്റ്റേണലായിട്ട് ഇപ്പോൾ കൈ, കാല്, കണ്ണ്, വായ് ഒക്കെ ഇപ്പോൾ ചെവി കേൾക്കുന്നത് പോലെ നമ്മൾ ബ്രെയിൻ ആക്സസ് ചെയ്തിട്ടാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മസിൽ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ പോകും. ഇപ്പം നമ്മൾ ചിന്തിക്കും, നമ്മളെ നോക്കിയിട്ടാണ് കുട്ടി ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താക്കാനുണ്ട്, നമുക്ക് ഇവരെ മാനേജ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നത്? അപ്പോൾ ഇവർക്ക് ആരൊക്കെ വേണം, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണം? ഫിസിയോതെറാപ്പിസ്റ്റ് വേണം. അതായത് നമ്മൾ നെക്ക് കൺട്രോൾ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഫിസിയോതെറാപ്പി ചെയ്യുക. അതായത് നമ്മളെ ഈ നെക്ക് കൺട്രോൾ, സിറ്റിങ്ങും വാക്കിങ് ഇതെല്ലാം ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത്. അതായത് ഈ കുട്ടികൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ട് ചെയ്യിക്കുക. നമ്മളെ നാട്ടിലെല്ലാം ഭയങ്കര കുറവാണ് പീഡിയാട്രിക് വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾ. അപ്പോൾ എൻ്റെ കുട്ടീനെ ചെയ്തത് സ്മിതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ്, പയ്യന്നൂരിലെ സാറ്. നല്ല സാറാണ്. ഏകദേശം എനിക്കൊന്ന് 15 വർഷത്തിൻ്റെ മേലെ എക്സ്പീരിയൻസ് ആയി സാറിന്. അപ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു, കുട്ടികളെ എപ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ല, പീഡിയാട്രിക്കിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളെ കൂടെ തന്നെ ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് വ്യൂവേഴ്സിനോട് ഞാൻ പ്രത്യേകം പറയുന്നത്. പിന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, അതായത് എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ ആക്സസ് ചെയ്യുന്നില്ല. എനിക്ക് ഫുഡ് കഴിക്കണം, എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അപ്പം എന്ന് വെച്ചാൽ അവരവരെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഒരു സ്കില്ല് രീതിയിൽ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് അവരെ റെഡിയാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്. അപ്പം ഇനി ആരാണ്? അപ്പം സ്കില്ല് വേണം, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി ഉണ്ട്, അതേപോലെ ഹിയറിങ്ങിൻ്റെ ഇതുണ്ട്, പിന്നെ ന്യൂറോളജി. ഇപ്പോൾ നമ്മളെ ബ്രെയിനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ചിലപ്പോൾ എപ്പിലെപ്സിയും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ന്യൂറോളജി കൺസൾട്ടേഷൻ വേണം. പിന്നെ സൈക്കോളജി,
സൈക്കോളജി കൺസൾട്ടേഷൻ വേണം. പിന്നെ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്ന് നമുക്ക് ഈ നമ്മെപ്പം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും കുട്ടിക്ക് ആവശ്യം. അപ്പോൾ ജനറൽ പ്രാക്ടീഷണർ അടുത്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ ജനറൽ പ്രാക്ടീഷണർ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആ ബേസിക് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുക്കും. പിന്നെ അപ്ഗ്രേഡ് ചെയ്യും പീഡിയാട്രീഷ്യൻ. പിന്നെ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നാണ് ആവശ്യങ്ങൾ അതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ലീവ് ഇപ്പോൾ കുട്ടികളെ നോക്കുന്ന പീഡിയാട്രിക് നേഴ്സസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഓരോരോ അമ്മമാരും അവരെ പിന്നെ അച്ഛന്മാരും അവരെല്ലാം ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ മോൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് ടൈപ്പ് ഓഫ് CP ഉണ്ടെന്ന്. അപ്പം എൻ്റെ മോൾക്ക് കോൺട്രിപ്ലിജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് എല്ലാ മസിൽ ടോൺസും ഇതിന് പ്രശ്നമാണ്. അപ്പോൾ അതാണ് കോൺട്രിപ്ലിജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കുട്ടിക്ക് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാന്ന്. സെർബൽ പൾസി കുറച്ചെല്ലാം മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ബായ്.